നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടുത്തുടക്ക്, ഞാൻ പോയി ഒരു ഓട്ടോ പിടിച്ചു വരാം. രുദ്ര അവളോട് പറഞ്ഞുകൊണ്ട് റോഡിന് എതിർവശമുള്ള ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യം വെച്ച് നടന്നു. ഒരു കാറുകാരൻ അവനെ ചെറുതായി തട്ടിയത് ഒന്നിച്ചായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഇടിയായതിനാൽ അവൻ ബാലൻസ് കിട്ടാതെ പുറകിലേക്ക് വീണുപോയി. ആ വീഴ്ചയിൽ അവന്റെ തലയുടെ ഒരു വശം എവിടെയോ ശക്തിയിൽ ഇടിച്ചു. ആ ദൃശ്യം കണ്ടുന്നവളുടെ കണ്ണൊരു നിമിഷത്തേക്കൊന്ന് വികസിച്ചെങ്കിലും അടുത്ത നിമിഷം അവൾ അവനരികിലേക്ക് ഓടിയെടുത്തു. രുദ്ര! അവൾ താഴെ വീണെടുക്കുന്നവന്റെ അരികിലേക്ക് ഇരുന്ന് വിളിച്ചതും അവൻ ചോരലിച്ചിറങ്ങുന്ന തല കുത്തിപ്പിടിച്ച് എഴുന്നേറ്റിരുന്നു. അവന്റെ മുടികൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കാണെ അവൾക്ക് തന്റെ ദേഹം തളരുന്ന പോലെ തോന്നി. അവൾ വെപ്രാളത്തോടെ തന്റെ കയ്യിലെ തൂവാല കൊണ്ട് അവന്റെ മുറിവ് പറ്റിയ ഭാഗം മറച്ചു പിടിച്ചു. എവിടെ നോക്കിയാളാ ചെറുക്കൻ നീ നടക്കുന്നത്? ആ കാറുകാർ അവനേക്ക് ചീറിക്കൊണ്ട് വന്നു. ആ ചെറുക്കന്റെ തലപൊട്ടി ചോരലിക്കാൻ താൻ കാണുന്നില്ലടോ. അതിനിടെ തന്നെ തനിക്കതിന് വറുത്തു പറഞ്ഞോടാ. ആ കൂട്ടത്തിലൊരാൾ രുദ്രന് നേരെ ചാടിക്കൊണ്ടുവന്ന് ആ കാറുകാരൻ നോക്കി ചോദിച്ചു. തനിക്കത് പറയാം, ഇവന് വല്ലതും പറ്റിയെന്നെങ്കിൽ ഞാൻ തൂങ്ങിയേനെ. അയാൾ ആ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് വണ്ടി വിളിക്കണേ, ഞങ്ങളങ്ങ് പോയേനെ. അവൾ തനിക്കരികിൽ തലയും കൈയും താങ്ങി നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ച് ഇത്തിരി കനപ്പിച്ച് പറഞ്ഞതും ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ അവർക്കരികിലേക്ക് വണ്ടിയുമായി വന്നിരുന്നു. അവൾ അവനകത്തേക്ക് കയറ്റിരുത്തിക്കൊണ്ട് അവനൊപ്പം സ്ഥാനം പിടിച്ചു. തലയും താങ്ങിയുള്ള അവന്റെ ഇരിപ്പ് കാണെ അവൾക്കുള്ളം ഒന്ന് പിടച്ചു. കുറച്ചു മുമ്പ് വരെ ഓരോന്നും പറഞ്ഞ് തന്നെ സന്തോഷിപ്പിച്ചവനാണ് അവന്റെ ഈ ഇരിപ്പ് അവളെ നന്നായി തന്നെ മുറിവേൽപ്പിച്ചു. രുദ്ര! അവൾ തനിക്കരികിൽ തലയിൽ കൈ താങ്ങിയിരിക്കുന്നവന്റെ തോളിലേക്ക് കൈവച്ച് വിളിച്ചു. അവനവളുടെ തോളിലേക്ക് ചാരി. ഏർത്തി! തളർച്ചയോടെയുള്ള അവന്റെ സ്വരം കാതിലേക്ക് എത്തിയതും അവൾ അവന്റെ മുറി പറ്റിയ ഭാഗത്ത് സാരി തലപ്പുകൊണ്ട് അമർത്തി പിടിച്ചു. ഒന്നുമില്ലടാ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തും. അവൾ അവന്റെ മുറി പറ്റിയ ഭാഗത്ത് തന്നെ കൈ പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടനെന്ന് വിളിക്കോ, എനിക്ക് കാണണം. ആ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ പറയവേ അവൾ സമ്മതിച്ച പോലെ മൂളിയിരുന്നു. ഒന്ന് എളുപ്പം പോച്ചേട്ടാ. അവന്റെ തലയിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തം കാണെ അവൾ ഒരു പിടപ്പോടെ ആ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞതും അയാൾ വലതുവശത്ത് കാണുന്ന വലിയ ഹോസ്പിറ്റൽ സമുച്ചയത്തിലേക്ക് വണ്ടി കയറ്റിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയതും അവൾ അവനെയും കൊണ്ട് നേരെ കാഷ്വാലിറ്റി ലക്ഷ്യം വെച്ച് നടന്നു. എന്താ ഉണ്ടായത്? അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരിൽ ഒരാൾ അവൻ അവിടെയുള്ള ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. മറ്റു നഴ്സ് ഡോക്ടറെ വിളിക്കാൻ പുറത്തേക്ക് പാഞ്ഞിരുന്നു. കാറ് തട്ടിയതാ, തല താഴെ എവിടെ ഇടിച്ചു, നന്നായി ചോര വരുന്നുണ്ട്. പതിരിക്കൊണ്ട് പറയുന്നവളെ കാണെ ആ സിസ്റ്റർ അവളെ നോക്കി. ഇയാളുടെ വണ്ടിയാണോ തട്ടിയത്? ആരവളെ നോക്കി ചോദിച്ചുകൊണ്ട് അവന്റെ മുറിവ് പരിശോധിച്ചുകൊണ്ടിരുന്നു. അല്ല, വേറൊരു വണ്ടിയെ തട്ടിയത്, ഇവനെന്റെ അനിയനാ. ആളുടെ വെപ്രാളത്തോടെയുള്ള വാക്കുകൾ കാതിലേക്ക് എത്തിയതും വേദനയാൽ തിങ്ങി വിങ്ങുന്ന നിമിഷമായിരുന്നിട്ട് കൂടി അവന്റെ ചുടികളൊന്ന് വിടർന്നു. ഇയാളൊന്ന് പുറത്തേക്ക് നിൽക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സിസ്റ്ററെ? വലിയ മുറിവാണോ? അവരുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേൾക്കെ അവൾ അവരുടെ ആശങ്കയോടെ ചോദിച്ചു. അത് ഡോക്ടർ വന്നാലേ അറിയൂ. ഇയാളിപ്പോ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. അവരൊരിക്കൽ കൂടി അത് ആവർത്തിച്ചോ അവൾ ബെഡിൽ കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെ ഡോക്ടർ ഡോറൊന്ന് അകത്തേക്ക് കയറി. അവൾക്കാണെങ്കിൽ ചങ്കിലാരോ കനൽ കോരിയിട്ട പോലെയാണ് തോന്നിയത്. ഒട്ടും നിനക്കാത്ത നേരത്തെ ഇങ്ങനൊരു അപകടം, അതും താൻ കൂടി ഉണ്ടായിട്ട് അവൻ വന്നല്ലോ എന്നോർക്കെ അവൾക്കുള്ളം ഒന്ന് പുകഞ്ഞു. ആ പുകച്ചിൽ തനിക്കുള്ളിൽ അധികരിച്ചു വരുന്നു എന്ന് തോന്നിയ നിമിഷം അവൾ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് മേഘനെ വിളിച്ചിരുന്നു. മറുപുറ ആദ്യമെങ്കിൽ തന്നെ കോൾ കണക്ട് ചെയ്യപ്പെട്ടു. ഇതാണെന്റെ യക്ഷിക്കുഞ്ഞോ? എന്താണ് ഈ ഭൂമി? നിന്റെ നാദേട്ടനെ ഇത്ര പെട്ടെന്ന് വീണ് കാണാൻ തോന്നി നിനക്ക്? അവൻ ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരി ഒതുക്കേണ്ടവരോട് ചോദിച്ചു. നാഥ! എന്താടി? അവളുടെ വെപ്രാളത്തോടെയുള്ള സ്വരം കാതിലേക്ക് എത്തവേ അതുവരെ അവനിൽ ഉണ്ടായിരുന്ന കുസൃതി വിട്ടുമാറി ആ ശബ്ദം നന്നേ കനത്തിരുന്നു. അത് രുദ്രന്. അവൾ പറയാൻ ബുദ്ധിമുട്ടി. അവനെവിടെ? ചോദിച്ചുകൊണ്ട് അവൻ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവന്റെ ശബ്ദത്തിന് ഇത്രയും കാഠിന്യം ഉണ്ടായിരുന്നോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. ദുർഗേ! അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നു അവനവളെ പേരെടുത്ത് വിളിച്ചു. അവന്റെ കാഠിന്യമായ സ്വരത്തിൽ മുങ്ങി നിവർന്ന തന്റെ പേര് പോലും ആ കാഠിന്യത്തെ ഒപ്പിയെടുത്ത പോലെ അവൾക്ക് തോന്നി. ഞങ്ങളിവിടെ അമല ഹോസ്പിറ്റലാണുള്ളത്. രുദ്രനൊരു കാറ് ചെറുതായിട്ടൊന്ന് തട്ടി. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞതും മറുപുറം കോള് കിട്ടായിരുന്നു. അവൾക്ക് ഇനി ഇവിടേക്ക് വന്നാലുള്ള അവന്റെ പ്രതികരണം ഓർക്കെ പേടി തോന്നി. അതിലും അവൾ അലട്ടിയത് രുദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവനെ എന്ന തോന്നൽ അവളിൽ ശക്തി പ്രാപിച്ചു. പറയുമ്പോൾ തങ്ങൾ തമ്മിൽ അത്ര വലിയ പ്രായവ്യത്യാസം തന്നെ ഇല്ല. കൂടിപ്പോയാൽ അവനേക്കാൾ 2 വയസ്സിന് മൂത്തതാണ് താൻ. എന്നിട്ടും കണ്ട നാൾ തൊട്ട് ആ നാവിൽ നിന്ന് നേരത്തെ എന്നല്ലാതൊന്നും പുറത്തേക്ക് വീണിട്ടില്ല. വീട്ടിലുള്ള സമയം അത്രയും ഓരോന്നും പറഞ്ഞ് തനിക്ക് പുറകെ അവനുണ്ടാവുമായിരുന്നു. ഒരു നിമിഷം പോലും അവൻ നിശബ്ദനായി താൻ കണ്ടിട്ടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്റെ പുറകെ തന്നെ കാണും. ഓരോരോ ചിന്തകളിൽ മുഴുകിയിരുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് കാഷ്വാലിറ്റി റൂമിന്റെ ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ ഹൗ ഡോക്ടർ ഹൗ ഈസ്? ആൾ ധൃതിയിൽ ഡോക്ടറെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അദ്ദേഹം അവളൊന്ന് സംശയത്താൽ നോക്കിക്കൊണ്ട് ഒരു ഉത്തരത്തിനെന്നോണം അരികിൽ നിൽക്കുന്ന നേഴ്സിനെ നോക്കി. പേഷ്യന്റ് സിസ്റ്ററാണ് ഡോക്ടർ. അവരയാൾക്ക് മറുപടി നൽകി. ഓക്കെ, സീ മിസ് ഭുവിക. അവൾ അയാളോട് പറഞ്ഞു. ഓക്കെ, സീ മിസ് ഭുവിക. മുറിവത്ര ആഴത്തിലുള്ളതല്ല,
പക്ഷെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. കുറച്ചധികം തന്നെ ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണ ആളിലും ഉണ്ടാവും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് തലനക്കണ്ട. മുറിവ് കരിയുന്നതിന് വരെ നന്നായി സൂക്ഷിക്കണം. പിന്നെ ആൾക്ക് നല്ല പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നല്ല വേദന തോന്നുകയാണെങ്കിൽ മാത്രം കഴിക്കാൻ ഞാൻ ടാബ്ലറ്റ് എഴുതാം. പിന്നെ മുറിവിൽ പുരട്ടാൻ ഒരു ഓയിൻമെന്റും. വേറെ പേടിക്കാനൊന്നുമില്ല. ഈസ് ഓക്കെ ആവും. അയാൾ അവിടെ ആദ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന് നീങ്ങി. അവൾ പോയ വഴിയോ നോയിക്കൊണ്ട് തിരിഞ്ഞതും അവൾ കാണുന്നത് തനിക്ക് നേരെ ധൃതിയിൽ നടന്നെടുക്കുന്നവനെയാണ്. അവന്റെ വെപ്രാളവും ദേഷ്യം നിറഞ്ഞ മുഖവും കാണെ അവളിൽ ചെറുതായി പരിഭ്രമം നിറഞ്ഞു. താൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ ഡോറിന്ന് അകത്തു പോയവനെ കാണെ ആ പരിഭ്രമം ഇരട്ടിച്ചു. ഒരനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയവനെ കാണെ അവിടെ ഉണ്ടായ നേഴ്സ് അവനെ ഒന്ന് മുഖം ചുളിച്ച് നോക്കി. ആരാ, എന്താ? പക്ഷെ അവരുടെ ചോദ്യങ്ങളൊന്നും തന്നെ അവന്റെ കാതുകളെ തേടിയെത്തിയിരുന്നില്ല. ആ കണ്ണുകൾ അത്രയും അവിടെ ആശുപത്രി ബെഡിൽ കിടക്കുന്നവരിൽ തറഞ്ഞു നിൽക്കുകയാണ്. തന്നോടല്ലേ ആരാന്ന് ചോദിച്ച്? ആ നേഴ്സ് അല്പം കരപ്പിച്ച് ചോദിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. അവന്റെ ഏട്ടനാ ഞാൻ. അവൻ അവരെ നോയി പറഞ്ഞുകൊണ്ട് അവനടുത്തേക്ക് നീ. ബെഡിൽ തളർന്നു കിടക്കുന്നവനെ കാണെ അവന്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. തലയിൽ അത്യാവശ്യം വലിയ വെച്ച് കിട്ടും. അവന്റെ ക്ഷീണം നിറഞ്ഞ മുഖഭാവമെല്ലാം അവനിൽ അസ്വസ്ഥയേറ്റുന്നവയായി മാറിക്കൊണ്ടിരുന്നു. കുഞ്ഞാ. അവനരികിലേക്ക് വന്നുകൊണ്ട് തലയിൽ ആ വെച്ച് കെട്ടിലൂടെ ഒന്ന് വിരലോടിച്ചുകൊണ്ട് മേഘൻ അവൻ അത്രയും മൃദുവായി ഒന്ന് വിളിച്ചു. വിളിക്കണ്ട, ആൾക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഡോസ് ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നു. അതിന്റെ സെഡൻഷനിൽ ഉറങ്ങുന്ന, കുറച്ച് കഴിയുമ്പോൾ ഉണരും. ആ നേഴ്സ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നീങ്ങി. അവരിറങ്ങിയതും ഭൂവി അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകളുടക്കി നിന്ന് രുദ്രന്റെ തലയിലെ മുറിവിലൂടെ പയ്യെ തഴുകുന്ന മേഘനയാണ്. അവൾ അവർക്കടുത്തേക്ക് പോവാതെ വാതിൽ നൽകി കിടന്ന ഒരു ചെയർ വലിച്ചിട്ട് അവർ നോക്കി അവിടെ ഇരുന്നു. സമയം കടന്നു പോകും തോറും ആ മുറിയിലെ നിശബ്ദതയ്ക്ക് കനമേറിക്കൊണ്ടിരുന്നു. അവൾ നോക്കി കാണുകയായിരുന്നു അവനിലെ ഏട്ടനെ. സമയം ഇത്രയായിട്ട് കൂടി ആ കൈകൾ ഇപ്പോഴും രുദ്രനെ തൊട്ടും തലോടിയും ഇരിക്കുകയാണ്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുടെ മുഖഭാവം വ്യക്തമല്ല. താൻ എന്നൊരാൾ ഇതിനകത്തുണ്ടെന്ന് കൂടി അവൾ അറിയുന്നില്ലെന്ന് തോന്നി അവൾക്ക്. ആ കണ്ണുകൾ അത്രയും അവന്റെ കുഞ്ഞനിലാണ്. അവന്റെ അടുത്തേക്ക് പോകണമെന്നും അവനോട് സംസാരിക്കണമെന്നെല്ലാം മനസ്സ് പറയുന്നുണ്ടെങ്കിലും അതേ മനസ്സ് തന്നെ അവൾ അതിൽ നിന്ന് വിലക്കുന്നുമുണ്ട്. അവന്റെ പ്രതികരണം തന്നെയാണ് അവൾ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന പ്രധാന ഘടകം. അവൻ തന്നോട് മുഖം കറുപ്പിച്ച് എന്തെങ്കിലും പറയുമോ എന്ന പേടി, അതാണ് അവളെ അവനരികിലേക്ക് പോകുന്നതിൽ നിന്നും വിലക്കുന്നത്. ഏട്ടാ. രുദ്രന്റെ പതുങ്ങിയ ശബ്ദമാണ് ചിന്തകളുടെ കുത്തൊഴിൽപ്പെട്ട് നിലകിട്ടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവളെ യാഥാർത്ഥ്യത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയത്. അവൾ പെട്ടെന്ന് തന്നെ അവരിലേക്ക് ശ്രദ്ധിച്ചു. എന്താണ് തിണ്ടി നീ കാണിച്ചു വെച്ചേക്കുന്നത്? മേഘന അവൻ കണ്ണുറക്കാൻ കാത്തുന്നവൾ അവനോട് അലറി. അതുവരെ അവനിലെ ശാന്തത നോക്കിന്നവൾ പെട്ടെന്നുള്ള അലർച്ചയിലൊന്നും ഞെട്ടാതിരുന്നില്ല. നിന്നോട് ഞാൻ 101 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നോക്കിയും കണ്ടു നടക്കണമെന്ന്. പറഞ്ഞാൽ കേൾക്കരുത് നീ. ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ചോന്ന് കിടന്നാ ആര് നോക്കുന്ന മോന്റെ വിചാരം? മേഘന അവന് നേരെ കത്തിക്കയറിക്കൊണ്ടിരുന്നു. എടുത്തി അവൻ ചുറ്റിയൊന്ന് കണ്ണോടിച്ചുകൊണ്ട് തനിക്ക് മുമ്പിൽ ദുർവാസാവായി നിൽക്കുന്നവൻ നോക്കി ചോദിച്ചു. പിന്നെ അതും പറഞ്ഞ അങ്ങോട്ട് ചെല്ല്. ആ യക്ഷി ഇപ്പൊ നോക്കുന്നില്ലേ? മേഘന അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടനെന്തിനെങ്ങനെ ഒച്ച വെക്കുന്നു? ഇത് നമ്മുടെ വീടല്ല. ഏടത്തി എവിടെ ഏട്ടാ? രുദ്ര എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയവേ മേഘന അവനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ദോ നിൽക്കുന്നു. അവൻ തനിക്ക് പുറകിൽ നിൽക്കുന്നവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവളാണെങ്കിൽ അവനെ എന്തോ അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ നോക്കി നിൽക്കുകയാണ്. എത്ര പെട്ടെന്നാണ് അവന്റെ സ്വഭാവം മാറി മറിയുന്നത്. കുറച്ചു മുന്നേ വരെ എന്തോ മര്യാദരാമനായിരുന്നു, ഇപ്പൊ തനി ചൊറിയൻചേനയായിട്ടുണ്ട്. ആൾ അവന് നേർക്ക് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ആലോചിച്ചു. എടുത്തി എന്താ അവിടെ നിൽക്കുന്നത്? രുദ്രൻ ചോദിക്കവേ അവൾ അവനെ നോക്കിയവൻ ചിരിച്ചുകൊണ്ട് അവനടുത്തേക്ക് നടന്നു. അടുത്തേക്കെങ്ങാനും വന്നാൽ ഞാൻ പിടിച്ച് കടിച്ചാലോ? അതാവൾ അവിടെ തന്നെ നിന്നത്. മേഘൻ തങ്ങൾക്കടുത്തേക്ക് ചൂടുവെക്കുന്നവൾ അറിയെ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അവന്റെ ആ സംസാരം കാതുകളിലേക്ക് എത്തിയതും അവളുടെ ചുണ്ടുകളൊന്ന് കൂർത്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ അവനടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല സുഖമുണ്ട്. തലക്ക് നെല്ലിക്കാത്തളം വെച്ചിരിക്കുകയാണല്ലോ, അപ്പൊ സുഖം കുറച്ച് കൂടും. മേഘൻ അവളുടെ ചോദ്യത്തിനെ പുച്ഛിച്ചുകൊണ്ട് പറയവേ അവളൊന്ന് പല്ലുകടിച്ചു. കുഴപ്പമൊന്നുമില്ലടത്തി, വേദന തോന്നില്ല, പക്ഷെ ഒരു ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവാതിരിക്കും? വെറുതെ ഒന്നല്ലല്ലോ. നെറുകം തറയും കുത്തി അമ്മാതിരി വീഴ്ച വീണിട്ടല്ലേ നിന്റെ ഒട്ടുക്കത്തെ കങ്കാര് നടത്തുകൊണ്ട് വരുത്തി വെച്ചതാ നീ ഇത്. ഒരു 101 പ്രാവശ്യം. എന്റെ പൊന്നേട്ടാ മതി. ഈ 101ന്റെ കണക്ക് കേൾക്കാൻ എനിക്ക് വയ്യ. എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എനിക്കൊന്ന് വീടെത്തിയാ മതി. ബാക്കി കണക്കൊക്കെ അവിടെ ചെന്നിട്ടാ ഇനി. അവൻ വീണ്ടും തന്നെ നേർക്ക് കത്തിക്കയറുന്ന മേഘന്റെ വായ പൊത്തി പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. വാ. അവൻ കനപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് അവനെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. നീ വരുന്നില്ലേടി വടയക്ഷി? അവൻ രുദ്രനെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ തനിക്കരികിൽ നിൽക്കുന്നവളെ നോക്കി ചോദിക്കവേ അത് കേൾക്കാൻ കാത്തിന്നോണം ആൾ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു. പോവുന്ന പോക്ക് നോക്ക് യക്ഷി. തന്നെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയവളെ കാണെ മേഘൻ ഞൊടിഞ്ഞു. പാവേട്ടാ, ഒരുപാട് പേടിച്ചുപോയി. രുദ്രൻ അപ്പോഴത്തെ അവിടെ വെപ്രാളവും പേടിയെല്ലാം ഓർക്കവേ മേഘനോട് പറഞ്ഞു. അതെ പാവ,
ഈ എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അവൾ പാവാ. എന്നോട് മാത്രമാണല്ലോ അവൾ പോരെടുക്കുന്നത്. ബൊമ്മി. അവൻ കെറുവോടെ പറഞ്ഞുകൊണ്ട് തനിക്ക് മുന്നിൽ നടക്കുന്നവളെ ഒന്ന് നോക്കി. അതേ ഏട്ടന്റെ കയ്യിലിരിപ്പ് ശരിയല്ലായിട്ടാ. ആദ്യം ഏട്ടൻ അങ്ങോട്ടുള്ള ചൊറിച്ചിനടുത്ത്. അപ്പൊ ഇങ്ങോട്ടുള്ള മാതൽ തനിയെ നിന്നോളും. രുദ്രൻ ചുണ്ടിൽ വിട്ടാൻ വെമ്പിയ ചിരിയോടെ പറഞ്ഞു. എന്റെ ചൊറിച്ചിൽ സഹിക്കാൻ നിൽക്കുമെങ്കിൽ മാത്രം മതി ആ യക്ഷ്യന്റെ കൂടെ കൂടുന്നത്. ഇല്ലെങ്കിൽ രുദ്രൻ അവനോട് പൊട്ടി വന്ന ചിരിയൊതിക്കൊണ്ട് ചോദിച്ചു. ഇല്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നോട്ടെ. അവൻ ഇങ്ങും തൊടാ പറഞ്ഞു. എവിടെ? പത്തായപുരയില്. അല്ലാണ്ട് എവിടെ? അപ്പൊ എടുത്ത് തിരികെ പോണെന്ന് പറഞ്ഞാലോ? അവിടെ മുട്ടുകാനിയാൻ തല്ലിയൊടിക്കും. എന്നെ അവൾക്ക് അറിയില്ല. യക്ഷി. പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ട എന്ന് വെച്ച് ഇന്ന് എന്നെ കണ്ണും കൈയും കാണിച്ച് വശീകരിച്ചെടുത്ത് കൊടുക്കാൻ കൈയൊഴിഞ്ഞിട്ട് ടാറ്റയും പറഞ്ഞ് പോവാനവിടെ ഭാവെങ്കിൽ അവളെ ഞാൻ പൂട്ടും. നല്ല മണി ചിത്രത്താഴിട്ട് പൂട്ടും. ആരാരെ പൂട്ടുമെന്ന് കണ്ടറിയാം. രുദ്രൻ ആരോടുന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ മുന്നോട്ട് നടന്നു. നീ കണ്ടോടാ സ്ത്രീപ്പെട്ടി? ആ പോകുന്നവളുണ്ടല്ലോ, നിന്റെ ഏട്ടത്തി. അവളെ ഞാൻ ദേ ഇതുപോലെ കോരിയെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറും. നീ ആ നിമിഷത്തിനായി കാത്തിരുന്നോടാ മോനെ രുദ്ര. അവൻ മുണ്ട് മടക്കി കൊടുക്കുന്നതിൽ പറഞ്ഞുകൊണ്ട് രുദ്രൻ രണ്ട് കയ്യിലുമായി പൊക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. എടോ ഏട്ടോ, എന്നൊന്ന് താഴെ വെക്കടോ. അയ്യോ, എല്ലാവരും നോക്കുന്നു. രുദ്ര അവന്റെ കയ്യിൽ നിന്ന് കുതിരക്കൊണ്ട് പറഞ്ഞു. അനങ്ങാതിരിക്കടാ അല്ലവനാതി, എന്റെ മുണ്ടഴിയും. മേഘൻ പറഞ്ഞുകൊണ്ട് അവനുമായി പുറത്തേക്ക് നടക്കവേ ഈ കാഴ്ച കണ്ടുന്നവരെല്ലാവരും അവരെ മിഴിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. അയ്യേ, എന്റെ മാനം പോയി. അതുകൊണ്ട് രുദ്ര മേഘനോടായി പറഞ്ഞു. ഓ, ഇപ്പോഴും കിടക്കേ കിടന്ന് പെടുക്കുന്നവനാ മാനത്തിനെ പറ്റി പറയുന്നു. മേഘൻ പറഞ്ഞുകൊണ്ട് അവനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവനെയും കയ്യിലേന്തി വരുന്നവനെ കണ്ടതും വണ്ടിയുടെ അടുത്ത് നിന്നിരുന്ന ഭൂവി അവരെ മിഴിച്ചു നോക്കി. മിഴിച്ച് നോക്കിക്കാതെ പുറകി പോയി കയറി യക്ഷിക്കുഞ്ഞെ. അവൻ തങ്ങൾ രണ്ടാളെയും മിഴിച്ചു നോക്കി നിൽക്കുന്നവളോടായി പറഞ്ഞുകൊണ്ട് രുദ്രനെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി വണ്ടിയിലേക്ക് കയറി. അതൊന്നും നോക്കിക്കൊണ്ട് അവൾ പുറകിലേക്ക് കയറിയിരുന്നു. അതിനടുത്ത നിമിഷം അവൾ കയറാൻ കാത്തുന്നോണം അവൻ വണ്ടി മുന്നേക്ക് എടുത്തിരുന്നു. അടുക്കളയിൽ എന്തോ തിരക്കിട്ട പണിയിലായിരുന്നു നീര്. ഇന്ന് മൈലമ്മയില്ലാത്തതിനാൽ ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ ബാക്കിയാണ്. രാവിലത്തെ പ്രാതൽ തൊട്ടെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അവളൊരു കലം വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നിടയിൽ ഓർത്തു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു കൈ അവളുടെ ഇടതു തോൾ ലക്ഷ്യം വെച്ച് അവളെ സ്പർശിക്കാൻ എന്ന പോലെ നീണ്ടു വന്നത്. പെട്ടെന്നുണ്ടായ എന്തോ തോന്നലിൽ പുറത്ത് അവൾ പുറകിലേക്ക് തിരിഞ്ഞതും അവളുടെ മുഖത്തേക്ക് എന്തോ തെറിച്ചതും ഒരുപോലെയാണ്. ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ചെങ്കിലും അടുത്ത നിമിഷം അവ വലിച്ചു തുറക്കപ്പെട്ടു. കണ്ണു തുറന്നതും തനിക്ക് മുന്നിലുള്ള കാഴ്ച സമ്മാനിച്ച ആഘാതത്തിൽ അവൾ അറിയാതെ ഒന്ന് പുറകിലേക്ക് വേച്ചുപോയി. പേടികൊണ്ട് പുറത്തേക്ക് തുറിച്ച കണ്ണുകളൊന്ന് ചിമ്മാൻ ഭയപ്പെട്ട് അവൾ മുന്നിലെ കാഴ്ചയിലേക്ക് തന്നെ മിഴികളെ ബന്ധിച്ചിട്ടു. തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന തലയൊടിഞ്ഞു തൂങ്ങിയ കോഴിയുടെ കഴുത്തിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന ചോരത്തുള്ളികൾ ഓരോന്നും കുടിനീര് പോലെ കുടിച്ചിറക്കുന്ന ചിന്നനെ കാണെ അവളുടെ മിഴിഞ്ഞു വന്ന കണ്ണുകളിൽ ഭയത്തിന് അവജ്ഞയ്ക്കൊപ്പുറം മറ്റെന്തോ ഭാവം കൂടി നിറഞ്ഞു. അവന്റെ കയ്യിലിരിക്കുന്ന ആ ജീവിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. അതിനുപോലും ക്ഷമയില്ലാതെ ആ സാധു ജീവിയുടെ ശരീരത്തിൽ അവസാനത്തുള്ളി ജീവനെ ഊറ്റിയെടുക്കുന്നവനെ കാണെ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു കിരാതനാണെന്ന തോന്നൽ അവളിൽ ശക്തി പ്രാപിച്ചു. തന്റെ രക്തം പുരണ്ട ചുണ്ടുകളെ നാവിനാലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ ആ ജീവനറ്റ ശരീരത്തെ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ആർത്തി ചിരിച്ചു. അവന്റെ അട്ടഹാസത്തിനൊപ്പം തന്നെ അവളുടെ ആർത്തുകൊണ്ടുള്ള കരച്ചിലോടെ മുഴങ്ങി. നീലി, ഡി നീലി! ഗാഠനിദ്രയുടെ ഏതോ തലത്തിൽ കണ്ട സ്വപ്നത്തിന്റെ ഫലമെന്നോണം വിറച്ചുതുള്ളുന്ന അവളുടെ ശരീരത്തെ അടക്കാൻ എന്ന പോൽ അവൾക്ക് മുകളിലൂടെ ചാഞ്ഞവന്റെ കൈകൾ അവളുടെ ഇരു കവിളിനെയും തന്റെ ഉള്ളം കൈനാൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് അവളെ ശക്തിയിലൊന്ന് ഉലച്ച് വിളിക്കവേ അവളുടെ ഇറുകി അടച്ചിരുന്ന കണ്ണുകൾ അടുത്ത നിമിഷം വലിച്ചുറക്കപ്പെട്ടു. തുറന്ന കണ്ണുകൾക്ക് മുന്നിൽ തന്റെ മുഖത്തേക്ക് ആദിയോടെ ഉറ്റുനോക്കുന്ന അവന്റെ തീക്ഷ്ണമിഴികൾ കാണെ അവൾക്കപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. കുറച്ചു മുന്നേ വരെ തന്നിൽ അസ്വസ്ഥ നിറഞ്ഞ കാഴ്ച അവളുടെ ചിന്തകളെ വീണ്ടും കീഴടക്കാൻ ഒരുങ്ങിയ നിമിഷം അവൾ തന്റെ കണ്ണുകൾ തുറന്ന് അതേ വേഗത്തിൽ തന്നെ അടച്ചു. നീലി, എന്താടി നീ എന്തിനാ നിലവിളിച്ച്? ഇന്ദ്രൻ തനിക്ക് കീഴിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുന്നവളെ നോക്കി അത്യധികം ആധിയോടെ തിരക്കി. അവന്റെ ആ ചോദ്യം കാതുകളിലേക്ക് പതിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടി നൽകാൻ കഴിയാത്തവണ്ണം അവൾ തളർന്നിരുന്നു. നീലി, താൻ ഇത്രയൊക്കെ ചോദ്യങ്ങൾ ആരാഞ്ഞിട്ടും അതിനൊന്നും യാതൊരുവിധ പ്രതികരണമില്ലാതെ കിടക്കുന്നവളെ കാണെ അവന്റെ മുഖമൊന്ന് ചുളിഞ്ഞു. നീലി, ഡീ കണ്ണൂർന്നേ നീ! അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടത്തേക്ക് അവൾ തട്ടി വിളിച്ചു. ഡീ! താൻ എത്ര തട്ടി വിളിച്ചിട്ടും കണ്ണുകൾ തുറക്കാതെ കിടക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ കവിളുകളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ശക്തിയിൽ ഉലച്ചു. അടുത്ത നിമിഷം അവൾ തന്റെ കലങ്ങി മറിഞ്ഞ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് അവനെ നോക്കി. എന്താടി? തന്റെ മുഖത്തേക്ക് കലങ്ങി മറിഞ്ഞ കണ്ണുകളോടെ തന്നെ ഇമച്ചിമാ നോക്കിയെടുക്കുന്നവളെ കാണെ അവൻ ഉദ്യോഗത്തോടെ ചോദിച്ചു. അയാള് കൊന്നു? ആൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഭയപ്പാടോടെ പറയവേ അവൻ അവളെ ഒന്നും മനസ്സിലാവാതെ കണക്ക് നോക്കി. എന്ത് കൊന്നൂന്നോ? ആരാരെ കൊന്നു? ഇന്ദ്രൻ ഭയന്ന് വിളറി വെളുത്ത മുഖഭാഗത്തോടെ തന്നെ നോക്കുന്നവളോടായി ചോദിച്ചു. അവളൊന്ന് ഉമിനീരിറക്കി. എന്താടി
നീ ഇതാരെ കുറിച്ചായി പറയുന്നത്? ഇന്ദ്രൻ താൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും പ്രതികരണം ഏതുമില്ലാതെ കിടക്കുന്നവളെ നോക്കി ക്ഷമ നശിച്ച പോലെ ചോദിച്ചു. അയാൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നേ? ആൾ അവനോട് മറച്ചു വെക്കാതെ മനസ്സിൽ തോന്നി അതുപോലെ ചോദിച്ചു. അവന്റെ മുഖത്ത് പല വിധത്തിലുള്ള സംശയങ്ങൾ ഉറഞ്ഞുകൂടി. അതിന്റെ പ്രതിഫലനം എന്നോണം ആ നെറ്റിത്തടങ്ങളൊന്ന് ചുളിഞ്ഞു. ആരുടെ കാര്യം നീ പറയുന്നത്? അവളിലേക്ക് ചാഞ്ഞിടുന്നവൻ ഒരു സംശയഭാവത്തോടെ അവളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് ചോദിക്കവേ അവൾക്ക് ഇനിയുള്ള അവന്റെ പ്രതികരണം ഓർക്കെ നെഞ്ചുവിടച്ചു. ചോദിച്ചു കേട്ടില്ലേ നീ? അവന്റെ ശബ്ദത്തിന് പെട്ടെന്നാണ് ഘനമേറിയത്. താൻ പറയുന്ന ഇന്ദ്രനെ ചിലപ്പോൾ തമാശയായി തോന്നും. ഞാനും ആദ്യം അതെല്ലാം വെറും തോന്നലായിരിക്കുന്ന കരുതിയത്. പക്ഷേ എന്താടി നീ എന്താണെങ്കിലും പറയും. തമാശയാകണോ കാര്യമാകണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവൻ അവൾക്ക് അഭിമുഖമായി ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി ഗൗരവപൂർവ്വം തിരക്കിയതും അവളുടെ മനസ്സപ്പോഴേക്കും കാര്യങ്ങൾ അവനോട് പറയണോ വേണ്ടയോ എന്ന പിടിവലിയിൽ ഏർപ്പെട്ടിരുന്നു. നീലി! ആ വിളി എന്തിനാണെന്ന് തിരിച്ചറിഞ്ഞവൾ തനിക്കരികിൽ ഈ കോലാഹലങ്ങളൊന്നും അറിയാതെ സുഖമായിട്ടുറങ്ങുന്ന കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് അവൻ അഭിമുഖമായി തിരിഞ്ഞിടന്നു. താൻ ആൾക്ക് നേരെ തിരിഞ്ഞിടന്നിട്ടും തന്നോടൊന്നും ചോദിക്കാതെ എന്നാൽ തന്റെ മുഖത്തൊന്നും അല്പം പോലും കണ്ണുകളെ പറിച്ചു മാറ്റാതെ കിടക്കുന്നവനെ കാണേ ഉള്ളൊന്നും പതറിയെങ്കിലും അവൾ അവനെ നോക്കി പറഞ്ഞു തുടങ്ങി. ആ ചിന്നൻ അയാള് ശരിയല്ല ഇന്ദ്രേട്ടാ. ആൾ അവന്റെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിക്കാതെ ഉലഞ്ഞ മനസ്സോടെ പറഞ്ഞു. എന്തേ അവൻ നിന്നെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്തോ? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണിനും സ്വരത്തിനും ഒരുപോലെ കഠിനത കൈവന്ന പോലെ. അതറിയേ അവൾ അവനെ നോക്കി ഇല്ലെന്ന പോലെ തലയാട്ടി. പിന്നെ അവൻ അതേ ഭാഗത്തിൽ വീണ്ടും ചോദിക്കേ അവൾ അവനെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ കുഴഞ്ഞു. ആ ബുദ്ധിമുട്ട് അവളുടെ മുഖത്ത് ഒളിച്ചു വെക്കാൻ കഴിയാത്ത വിധം പ്രകടമായിരുന്നു. ഞാനിവിടെ വന്നന്ന് തൊട്ട് അയാളുടെ പെരുമാറ്റം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. അന്ന് തൊട്ട് ഈ നിമിഷം വരെ അയാളുടെ എന്നോടുള്ള പെരുമാറ്റം എന്തോ കല്ലുകടിയുള്ള പോലെ. എന്തോ ഞാൻ ഇവിടേക്ക് വന്ന ആൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത പോലെ തോന്നുന്നു എനിക്ക്. ആ ഇഷ്ടക്കേട് അയാൾക്ക് എന്നോടുള്ള സമീപനത്തിൽ നിന്ന് വ്യക്തമാക്കി തരുന്ന പോലെ. ആൾ അവനെ നോക്കി ഓരോന്ന് ഓർത്തുന്നവൾ പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഞാൻ കരുതിയത് അത് ആളറിയാതെ ചെയ്യുന്നതാണെന്നാ. പിന്നെ അത് ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി പ്രശ്നം എനിക്കല്ല അയാൾക്കാണെന്ന്. കൂടെ കൂടെ എന്നെ നോക്കി അയാൾ ചിരിക്കുന്ന ചിരി അതിനുപോലും എന്തോ ഭയാനകമായ മുഖമുള്ള പോലെ. പക്ഷെ ആ ഭയാനതയ്ക്കുമപ്പുറം അയാൾ ഇന്ന് ചെയ്ത പ്രവൃത്തി, അതിനെ ഇനി ആർക്ക് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഞാനത് അംഗീകരിച്ചിരില്ല. അവളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യം മികവോടെ തെളിഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ അവളുടെ മുഖമൊന്ന് ചുളുങ്ങി. അവനെന്താ ചെയ്ത്? ഇന്ദ്രൻ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവളോട് തിരക്കി. അവൾ താൻ കണ്ട കാര്യം അവന് വ്യക്തമായി കൊടുത്തു. ഓരോന്ന് പറയുമ്പോഴും അവളുടെ മുഖത്ത് വിരിയുന്ന ചിഹ്നനോടുള്ള അവജ്ഞത അവൾ നന്നായി തന്നെ കണ്ടു. ഞാനത് കണ്ടു എന്ന് മനസ്സിലായിട്ട് പോലും അയാളുടെ യാതൊരുവിധ ഭാവവ്യത്യാസം ഉണ്ടായില്ല. ഒരുതരം ഭ്രാന്തുള്ളവരെ പോലെ. അല്ല, അതിനേക്കാളൊക്കെ ഭയാനകമായ രീതിയിലായിരുന്നു ഇന്നത്തെ അയാളുടെ പ്രവൃത്തി. അത് കൂടെ കൂടെ ഓർത്തിട്ടെന്തോ അവൾക്ക് വീണ്ടും ഓക്കാനിക്കാൻ വന്നു. ആ നിമിഷം തന്നെ അവൾ കിടക്കയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് വായുപൊത്തി പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി. അവൾക്ക് പിറകെ തന്നെ കുഞ്ഞിനരികിൽ ഒരു തലയിനെടുത്ത് വെച്ചുകൊണ്ട് ഇന്ദ്രനും പോയി. ബാത്റൂമിനുള്ളിലെ വാഷ് ബേസിനിൽ കുനിഞ്ഞെന്ന് ഛർദ്ദിക്കുന്നവരുടെ പുറവൻ ഒഴിഞ്ഞുകൊടുത്തു. വയറ്റിലുണ്ടായിരുന്നെല്ലാം നേരത്തെ ഛർദ്ദിച്ചളഞ്ഞുകൊണ്ട് തന്നെ അധികമൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. അവൾ തീർത്തും അവശയായിരുന്നു. ഒന്ന് നിവർന്നിൽക്കാൻ പോലും കഴിയാത്തത്ര ക്ഷീണം അവളെ പിടികൂടി. മുഖവും വായും കഴുകി അവളൊന്ന് നിവർന്നിൽക്കാൻ ശ്രമിക്കലും ഇന്ദ്രൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചത് ഒരുപോലെയാണ്. എനിക്ക് ഒട്ടും വയ്യ ഇന്ദ്രേട്ടാ. നന്നേ പതുങ്ങിയ ശബ്ദം അവന്റെ കാതിലേക്ക് എത്തിയ അടുത്ത നിമിഷം അവൻ അവളെ കൈയിലേക്ക് കോരിയെടുത്തിരുന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ ചെറുതായി ഒന്ന് പിടച്ച മനസ്സിനെ അറിയ അവനിൽ നിന്ന് അകന്നു മാറണമെന്ന് തോന്നിയെങ്കിലും അതിന് കഴിയാത്ത വിധം അവളുടെ ശരീരം തളർന്നിരുന്നു. അവന്റെ നഗ്നമാർന്ന നെഞ്ചിൽ തലയുയർത്തി കിടക്കുമ്പോൾ ഒരേ സമയം അവളുടെ മനസ്സതിൽ ആശ്വാസം കണ്ടെത്തുകയും എന്നാൽ അടുത്ത നിമിഷം അവനിൽ നിന്ന് വിട്ടകം നിൽക്കാൻ തിക്കുമുട്ടുകയും ചെയ്തു. ചാരിക്കിടന്ന വാതിൽ കാലുകൊണ്ട് തുറന്ന് അവളുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ തളർന്ന കണ്ണുകൾ അപ്പോഴും അവന്റെ ഗൗരവമേറിയ മുഖത്തിനെ തറഞ്ഞിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിനരികിൽ കിടന്ന കസേര വലിച്ചിട്ട് അവൻ അവൾ അതിലേക്ക് ഇരുത്തി. ശേഷം അവിടെ ഒരു പാത്രത്തിലായി അടച്ചു വെച്ചിരുന്ന ചൂട് പൂർണ്ണമായും വിട്ടുപോവാത്ത കഞ്ഞി അവൾക്കരികിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. അതിനൊപ്പം തൊട്ടുകൂട്ടാനെന്ന ഒരു ഇത്തിരി ഇഞ്ചി മാങ്ങാ ചമ്മന്തിയും അവൾ നീട്ടിവെച്ച പാത്രത്തിലേക്കും അവന്റെ മുഖത്തേക്കും ഒന്ന് നോക്കി. എന്താണ് ഈ മിഴിച്ചു നോക്കിയിരിക്കുന്നത്? ഇനി എന്റെ കൈ കൊണ്ട് ഊട്ടിയാറി ഇത് അകത്തേക്ക് പോകുന്നുണ്ടോ? അവന്റെ ആ ചോദ്യത്തിനായി താൻ കാത്തെന്നോണം അവൾ ആ സ്പൂൺ കയ്യിലെടുത്ത് അല്പാൽപമായി ആ കഞ്ഞി കോരി കുടിച്ചു. ചെറു ചൂടോടെയുള്ള കഞ്ഞി അകത്തേക്ക് എത്തിയതും വിശന്ന് കാഞ്ഞുകൊണ്ടിരിക്കുന്നവളുടെ വയറൊന്ന് ശാന്തമായി. വയറ് നിറയോളം അവൾ അത് മുഴുവൻ ആസ്വദിച്ച് കഴിച്ചു. അവസാന സ്പൂൺ കഞ്ഞി കൂടി വായിലേക്ക് എത്തി ചമ്മന്തി സ്പൂണിൽ കോരി കഴിക്കുന്നവളെ കാണെ അവൾ അനുഭവിക്കുന്ന ആശ്വാസം അതിലിരട്ടിയ അവനിലും നിറഞ്ഞു. ചിന്നൻ, അവൻ നിന്നെയല്ല ഭയപ്പെടുത്തുന്നത്. അവന്റെ വാക്കുകളാണ് അവളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിച്ച്. അവന് മുന്നിൽ നീ നീലിയല്ല, ചിന്നുവാണ്. നീ മാത്രമല്ല, നീ അടങ്ങുന്ന അവന് ചുറ്റിനുള്ള എല്ലാ പെൺകുട്ടികളും അവന് ചിന്നുവാണ്. അവന്റെ വാക്കുകൾ അവൾക്കുള്ളിൽ ഒരേ സമയം 1000 സംശയങ്ങൾ പാകി. അതാരാ? കയ്യിലെ സ്പൂൺ തിരികെ ആ പാത്രത്തിലേക്ക് വെച്ചവൾ അവന് നോക്കി ചുളിഞ്ഞ ഭാവത്തോടെ ചോദിച്ചു. അവന്റെ ചേച്ചിയായിരുന്നു.
ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവൾ കഴിച്ചു വെച്ച പാത്രവുമായി അടുക്കളയിലേക്ക് നടന്നു. അവന്റെ ഉത്തരം കേൾക്കെ അവളുടെ മനസ്സ് വീണ്ടും കുഴഞ്ഞു. ചേച്ചിയോ? സ്വന്തം ചേച്ചിയോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ, പെരുമാറുവോ? അവൾ സ്വയം ചോദിച്ചു. എഴുന്നേൽക്ക്. ആൾക്കടുത്ത് വന്നിന്ന് അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കി. ഇവിടെ തന്നെ ഇരുന്നുറങ്ങാൻ തീരുമാനിച്ചില്ലെങ്കിൽ എഴുന്നേൽക്ക്. അവൻ പറഞ്ഞ അവൾ പയ്യെ എഴുന്നേറ്റ് നിന്നു. നേരത്തെ തോന്നിയ ക്ഷീണമെല്ലാം ഇപ്പോൾ ശരീരത്തിൽ നിന്ന് പിടിയച്ചിട്ടുണ്ട്. അവൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. മുകളിലേക്കുള്ള പടിക്കരികിലെത്തിയതും അവളൊന്ന് നിന്നുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഹാളിലെ ലൈറ്റ് അണച്ച് തിരിഞ്ഞവൻ കാണുന്നു തന്നെ കാത്തുന്ന പോലെ ഗോവണിയിൽ നിൽക്കുന്നവളെയാണ്. എന്താ, ഇനി ഞാൻ എടുത്തുകൊണ്ട് വേണോ? അവനോടുത്തിരുന്ന കാവ്യമുണ്ട് ഒന്നുകൂടി മടക്കി കുത്തിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടക്കുന്നതിൽ ചോദിച്ചു. അയാളെന്തിനാ എന്നെ പേടിപ്പിക്കുന്നേ? അവന്റെ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് അവൾ അവനോട് ചോദ്യം ആരാഞ്ഞു. അതിനുത്തരം ഞാൻ പറഞ്ഞതാണ്. സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു പെൺകുട്ടിയുടെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെരുമാറാനൊക്കെ? അവൾ അവന് പുറകെ നടന്നോട് ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. സ്വന്തം എന്ന ബോധം ഒരാൾക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ, മറ്റേ ആൾ കൂടി തോന്നണം. എങ്കിലും ആ ബന്ധത്തിന് വിലയുണ്ടാവും. അതിപ്പോ ഏത് ബന്ധമാണെങ്കിൽ കൂടി. അവൻ അവളോട് അലസമായി പറഞ്ഞുകൊണ്ട് ചാരിക്കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അതെന്താ അങ്ങനെ പറഞ്ഞ്? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതാണ് അയാൾക്ക് അയാളുടെ ചേച്ചിയോട് അത്ര ഇഷ്ടക്കേട്? ഇത്രയധികം ഇഷ്ടക്കേട് ഉള്ളിൽ കൊണ്ട് നടക്കാൻ മാത്രം എന്താ? അവനവളെ കൊന്നുകളഞ്ഞു. ആളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവനിടയിൽ കയറി പറഞ്ഞുകൊണ്ട് കിടക്കിലേക്ക് നിവർന്നു കിടന്നു. ആരെ? അവൾ അവനരികിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു തരം ഞെട്ടൽ കലർന്ന ഭാഗത്തിൽ അവനോട് തിരക്കി. അവന്റെ ഭാര്യ, 1 വയസ്സുള്ള മോളെയും. ഇന്ദ്രൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.